ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിന്റെ 22ാം ദിവസമായ ഇന്ന് എല്ലാവരുടെയും ഇഷ്ടവിഷയമായ പണം എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പണം ആകർഷിക്കാൻ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. പലർക്കും പണത്തെക്കുറിച്ച് നെഗറ്റീവായ വിശ്വാസങ്ങളുണ്ട്. പണം ദുശ്ശീലമാണ്, പണം സമ്പാദിക്കാൻ കഷ്ടപ്പെടണം, എനിക്കൊരിക്കലും പണക്കാരനാകാൻ കഴിയില്ല എന്നിങ്ങനെയുള്ള ചിന്തകൾ പലപ്പോഴും നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാകും. ഈ നെഗറ്റീവ് വിശ്വാസങ്ങളാണ് പണം ആകർഷിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ വഴി പണം മാനിഫെസ്റ്റ് ചെയ്യാൻ ആദ്യം ഈ വിശ്വാസങ്ങളെ മാറ്റിയെടുക്കണം. പണം മാനിഫെസ്റ്റ് ചെയ്യാനുള്ള വഴികൾ: 1. നിങ്ങളുടെ പണത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ മാറ്റുക. ഷിഫ്റ്റ് യുവർ മണി മൈൻഡ് സെറ്റ്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് വിശ്വാസങ്ങളെ തിരിച്ചറിയുക. എന്നിട്ട് അവയെ പോസിറ്റീവായ അഫർമേഷനുകൾ കൊണ്ട് മാറ്റിസ്ഥാപിക്കുക. ഉദാഹരണത്തിന്, പണം എളുപ്പത്തിൽ എന്നിലേക്ക് ഒഴുകിയെത്തുന്നു, ഞാൻ സമ്പന്നനാകാൻ യോഗ്യനാണ്, പണം എന്റെ ജീവിതത്തിൽ സമൃദ്ധി കൊണ്ടുവരുന്നു എന്നിങ്ങനെയുള്ള അഫർമേഷനുകൾ ദിവസവും ആവർത്തിച്ച് പറയുക. പണത്തെ സ്നേഹിക്കാനും അതിനെ ബഹുമാനിക്കാനും പഠിക്കുക. 2. പണം ലഭിച്ചതുപോലെ അനുഭവിക്കുക. ഫീൽ അബണ്ടന്റ് നൗ. നിങ്ങൾക്ക് ധാരാളം പണമുള്ളതുപോലെ ഇപ്പോൾ തന്നെ അനുഭവിക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്ര പണമുണ്ടെന്ന് സങ്കൽപ്പിക്കുക. ആ പണമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു, എന്ത് വാങ്ങുമായിരുന്നു, എങ്ങനെ ചെലവഴിക്കുമായിരുന്നു എന്നെല്ലാം വിഷ്വലൈസ് ചെയ്യുക. ആ വികാരങ്ങളെ ഇപ്പോൾ തന്നെ അനുഭവിക്കുക. കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് ഇതിന് സഹായിക്കും. നിങ്ങളുടെ കയ്യിലുള്ള ഓരോ രൂപയ്ക്കും നന്ദി പറയുക. 3. സമ്പന്നൻ എന്ന നിലയിൽ പ്രവർത്തിക്കുക. ആക്ട് ആസ് ഇഫ്. നിങ്ങൾ ഇതിനകം സമ്പന്നനാണെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കുമോ അതുപോലെ പെരുമാറുക. ഇത് അമിതമായി പണം ചെലവഴിക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തോടെയും ആത്മവിശ്വാസത്തോടെയും തീരുമാനമെടുക്കുക എന്നതാണ്. പുതിയ അവസരങ്ങൾക്കായി തുറന്നിരിക്കുക. ചെറിയ കാര്യങ്ങളിൽ പോലും സമൃദ്ധി കാണുക. 4. പണം നൽകാൻ തയ്യാറാകുക. ബി വില്ലിംഗ് ടു ഗിവ്. നിങ്ങൾ മറ്റുള്ളവർക്ക് പണം നൽകുമ്പോൾ ദാനം ചെയ്യുക, ബില്ലുകൾ അടയ്ക്കുക, സന്തോഷത്തോടെയും കൃതജ്ഞതയോടെയും ചെയ്യുക. നിങ്ങൾ പണം നൽകുമ്പോൾ ഇത് എന്നിലേക്ക് തിരിച്ചുവരും, പല മടങ്ങായി തിരിച്ചുവരും എന്ന് വിശ്വസിക്കുക. നൽകുന്നത് ലഭിക്കുന്നതിന് തുല്യമാണ്. പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഊർജ്ജത്തെ ഇത് പോസിറ്റീവാക്കും. 5. പ്രചോദിതമായ പ്രവർത്തനങ്ങൾ പിന്തുടരുക. ഫോളോ ഇൻസ്പയർഡ് ആക്ഷൻ. നിങ്ങൾക്ക് പുതിയ സാമ്പത്തിക അവസരങ്ങളെക്കുറിച്ചോ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികളെക്കുറിച്ചോ പ്രചോദിതമായ തോന്നലുകൾ ഉണ്ടാകുമ്പോൾ അതിനെ പിന്തുടരുക. ഒരു പുതിയ ബിസിനസ് ആശയം, ഒരു നിക്ഷേപത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച അല്ലെങ്കിൽ പുതിയൊരു കോഴ്സ് പഠിക്കാനുള്ള തോന്നലാകാമിത്. ഈ തോന്നലുകൾ പലപ്പോഴും പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന വഴികാട്ടലുകളാണ്. പണം മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒരു ദിവസത്തെ കാര്യമല്ല. ഇത് നിങ്ങളുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും മാറ്റിയെടുക്കുന്ന ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തും. അടുത്ത പാഠം ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.